السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على سيدنا محمد وعلى آله وصحبه أجمعين. اللهم أخرجنا من ظلمات الوهم وأكرمنا بنور الفهم وافتح علينا بمعرفة العلم وسهل أخلاقنا بالحلم وجعلنا ممن يستمعون القول فيتبعون أحسنه. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മൂന്നാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. കഴിഞ്ഞ 2 ക്ലാസ്സിലും പ്രവാചക ചരിത്രത്തിന്റെ ആമുഖമാണ് നാം പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് മുതൽ ജീവചരിത്ര പഠനം ആരംഭിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ആമിന ബീവിയുടെയും അബ്ദുള്ളയുടെയും മകനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിക്കുന്നത്. റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച ഖുറൈശി ഗോത്രത്തിലായിരുന്നു ജനനം. അത് AD 571 ഏപ്രിൽ മാസത്തിലായിരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ലോകം മുഴുവൻ വെളിച്ചമാവാൻ പിറവി കൊണ്ടവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രവാചകരുടെ ജനനം സംഭവ ബഹുലമായിരുന്നു. പ്രപഞ്ചം പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ആഘോഷിച്ചിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, പ്രവാചകരുടെ ജനന സമയത്ത് ഒരു പ്രത്യേക നക്ഷത്രം ഉദിച്ചിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രമുഖ സഹാബിയായിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അദ്ദേഹത്തിന് 7-8 വയസ്സുള്ള സന്ദർഭത്തിൽ ഒരു ജൂത പുരോഹിതൻ തങ്ങളുടെ കോട്ടയുടെ മുകളിൽ കയറി എല്ലാവരോടും തന്റെ അടുത്തേക്ക് വരാനായി പറഞ്ഞു. എല്ലാവരും എത്തിച്ചേർന്ന ശേഷം ആ പുരോഹിതൻ വിളിച്ചു പറഞ്ഞു, അഹ്മദ് എന്ന പേരുള്ള നക്ഷത്രം ഉദിച്ചിരിക്കുന്നു. എന്താണ് അഹ്മദ് എന്ന നക്ഷത്രം? അത് ചില സവിശേഷതകളുള്ള നക്ഷത്രമായിരുന്നു. യഹൂദികളുടെ വേദഗ്രന്ഥത്തിൽ അതിന്റെ സവിശേഷതകൾ രേഖപ്പെടുത്തിയിരുന്നു. മാത്രവുമല്ല, പ്രസ്തുത നക്ഷത്രം ഉദിക്കുന്ന സന്ദർഭത്തിലായിരിക്കും അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയെന്നും രേഖപ്പെടുത്തിയിരുന്നു. ആ സന്തോഷമാണ് യഹൂദി വിളിച്ചു പറഞ്ഞത്. ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത് പ്രകാരം അന്ന് അവിടെ കൂടിയിരുന്ന ഒരാളും അത് നിഷേധിക്കുകയോ എന്താണ് താങ്കൾ പറയുന്നതെന്ന് മറുവാക്ക് പറയുകയോ ചെയ്തിട്ടില്ല. അതിനർത്ഥം അവർക്കൊക്കെ എന്താണ് കാര്യമെന്ന് മനസ്സിലായിരുന്നു. അവർക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു നക്ഷത്രമുണ്ടെന്നും ആ നക്ഷത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമെന്നും മുമ്പേ അറിയാമായിരുന്നു. പറഞ്ഞു വരുന്നത്, പ്രപഞ്ചം പോലും പ്രവാചകാഗമനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അമീർ ഷ്വാറ എന്നറിയപ്പെടുന്ന അഹ്മദ് ഷൗക്കിയുടെ അതിമനോഹരമായ ഒരു കാവ്യമുണ്ട്. പ്രിയ സുഹൃത്ത് മജീദ് MP വാഫി അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുകയും നവാസ് പാലേരി മനോഹരമായി അത് ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് ലഭിക്കും. അഹ്മദ് ഷൗക്കി പാടുകയാണ്, ഉലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉ വഫമുസ് സമാനി തബസ്സുമു വതനാഉ. കാവ്യ ഭംഗി ഒട്ടും നഷ്ടപ്പെടാതെ മജീദ് MP അത് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് താഴെ പറയും പ്രകാരമാണ്. സന്മാർഗദീപം തിരുനബി ഭൂജാതരായി സർവാചരാചരമാകയില്ലൊളി വീശലായി കാലം കലാപരധന്യയായി ചിരി തൂകലായി ആലം നിറഞ്ഞ ഷീർവജസ്സുകളോതലായി. അങ്ങനെ അത് തുടർന്ന് പോവുകയാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഒഴിപോലെ ആ ഗാനം ആസ്വദിക്കാം. ഏതായാലും നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ വരാം. പ്രപഞ്ചം പ്രകാശിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് പ്രപഞ്ചം പ്രകാശിക്കാതിരിക്കുക? എങ്ങനെയാണ് മാലോകർ പുഞ്ചിരിക്കാതിരിക്കുക? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷാൽ പ്രകാശം തന്നെയായിരുന്നു. ഖുർആനിൽ ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നൂറും കിതാബും തന്നു എന്നാണ് ഇതിനർത്ഥം. ഇവിടെ 100 കൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പല ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തന്റെ ആഗമനത്തിന് മുമ്പുള്ള സൂചനകളെയും ജനന സമയത്തെ സവിശേഷതകളെയും സംബന്ധിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം പറയുന്നത് കാണാം.
ഇന്നി ഇൻദല്ലാഹി മക്തൂബുൻ ഖാതമുൻ നബിയ്യീൻ വ ഇന്ന ആദമ ലമുൻജദലുൻ ഫീ ത്വീനതിഹി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൃഷ്ടികർമ്മം നടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അള്ളാഹുവിന്റെ പക്കൽ അന്ത്യപ്രവാചകനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്രാഹിം, പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉത്തരമാണ് ഞാൻ, പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാൻ. കഅബ നിർമ്മിച്ച സന്ദർഭത്തിൽ തന്നെ അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവാചകരെ നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. അതാണ് ഞാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വബിശാറത്തു ഈസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, വബിശാറത്തു ഈസ, ഞാൻ ജനിക്കും മുമ്പ് തന്നെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് ഞാൻ വരുമെന്ന സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അഹ്മദ് എന്ന ആയത്താണ് സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എനിക്ക് ജന്മം നൽകുന്ന സന്ദർഭത്തിൽ എന്റെ മാതാവ് ആമിന ബീവി ഒരു പ്രകാശം കണ്ടു. ആ പ്രകാശത്തിൽ ഷാമിലെ കൊട്ടാരങ്ങൾ തെളിഞ്ഞു കാണുകയും ചെയ്തു. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ഒരു അസാധാരണ സംഭവമായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയത്ത് തന്റെ പിതാമഹനായിരുന്ന അബ്ദുൽ മുത്തലിബിനോട് കാര്യം പറയാനായി ആമിന ബീവി ആളെ പറഞ്ഞയച്ചു. അബ്ദുൽ മുത്തലിബ് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത് കഅബയിൽ കൊണ്ടുപോയി. എന്നിട്ട് മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തു. മുഹമ്മദ് എന്ന നാമം അന്ന് അറബികൾക്കിടയിൽ വ്യാപകമായിരുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് താങ്കളുടെ പൂർവ്വപിതാക്കന്മാരുടെ പേര് നൽകാതെ മുഹമ്മദ് എന്ന പേര് നൽകിയത് എന്ന് അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി പരാമർശ വിധേയമാണ്. അദ്ദേഹം പറഞ്ഞു, വാനലോകത്ത് വെച്ച് അല്ലാഹുവും ഭൂമിയിൽ വെച്ച് ജനങ്ങളും ഈ പ്രവാചകരെ പുകഴ്ത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ മുഹമ്മദ് എന്ന നാമകരണം ചെയ്തിരിക്കുന്നത്. പുകഴ്ത്തപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ള വ്യക്തിത്വമാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻഖൂസ് മൗലിദിൽ നാം നിരന്തരമായി പാടുന്ന പോലെ മുഹമ്മദൻ സമ്മു നബിയ്യൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. മുഹമ്മദ് എന്ന നാമം അറബികൾക്കിടയിൽ വ്യാപകമായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തോടനുബന്ധിച്ച സന്ദർഭത്തിൽ 4 കുട്ടികൾക്ക് മുഹമ്മദ് എന്ന പേര് വെച്ചിരുന്നു. ഇത് ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കാരണവും പറയുന്നുണ്ട്. ജൂത പുരോഹിതന്മാരിൽ നിന്ന് മുഹമ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ വരാൻ അടുത്തിരിക്കുന്നു എന്നവർ മനസ്സിലാക്കിയിരുന്നു. അതായിരുന്നു കാരണം. ആ പ്രവാചകൻ തന്റെ മകനാവട്ടെ എന്ന് കരുതിയാണ് അവരൊക്കെ മുഹമ്മദ് എന്ന പേര് വെച്ചത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പ്രവാചകാഗമനം പ്രതീക്ഷിച്ചിരുന്ന വലിയൊരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ വരാം. ആ കാലഘട്ടത്തിലെ അറബികളുടെ ആചാരപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുലയൂട്ടാനായി ഗ്രാമത്തിലെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പക്കലേക്ക് പറഞ്ഞയക്കണമായിരുന്നു. ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് കുഞ്ഞുങ്ങളെ നഗരങ്ങളിൽ വളരാൻ അനുവദിക്കാതെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്? ഈ ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങൾ ഉണ്ടാകാം. ഒന്നാമതായി, നഗരപ്രദേശങ്ങളിലുള്ളതിനേക്കാൾ ശുദ്ധമായ പ്രകൃതിയായിരിക്കും ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാവുക. അതിന്നും അങ്ങനെ തന്നെയാണല്ലോ. നഗരവൽക്കരണത്തിന്റെ അതേ തോതിലായിരിക്കും അന്തരീക്ഷ മലിനീകരണം വർദ്ധിക്കുന്നത്. രണ്ടാമതായി, ഗ്രാമപ്രദേശങ്ങളിൽ ശുദ്ധമായ ഭാഷയായിരിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, അന അറബുൽ അറബ് വലദത്നി ഖുറൈശുൻ വനശഅതു ഫീ ബനി സഅദ് ഇബ്നു ബക്കർ. ഞാൻ അറബികളിലെ അറബിയാണ്, ഖുറൈശി ഗോത്രത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ വളർന്നത് ബനു സഅദ് ഇബ്നു ബക്കർ അഥവാ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഗോത്രത്തിലുമാണ്. അതായത് ഗ്രാമത്തിലെ ജീവിതം തന്റെ ഭാഷ ശുദ്ധമാവാൻ പ്രധാന കാരണമായെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സമ്മതിക്കുന്നു. അങ്ങനെ ചരിത്രം അങ്ങനെ തുടരുകയാണ്. ബനു സഅദ് ഗോത്രത്തിൽപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ പണത്തിന് പകരം മുലയൂട്ടാമെന്ന വ്യവസ്ഥയിൽ കുട്ടികളെയും തേടി മക്കയിലെത്തി. അന്ന് ഹലീമ ബീവിയെ പോലെ മറ്റു പലരും മക്കയിലെത്തിയിരുന്നു. എല്ലാവരും ആരെങ്കിലും ഒക്കെ ഏറ്റെടുത്തു. പക്ഷേ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ജനനത്തിന് മുമ്പേ മരണപ്പെട്ടിരുന്നു. പ്രവാചകൻ യതീമായിട്ടാണല്ലോ വളർന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പറയുന്ന പോലെ അലം യജിദ്ക യതീമൻ ഫആവ. അതുകൊണ്ട് യതീമായ കുഞ്ഞിന്റെ മാതാവ് വേണ്ടത്ര പണം നൽകുന്നില്ലെന്ന് വിചാരിച്ചായിരുന്നു ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കാതിരുന്നത്. ഹലീമ ബീവിയും അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഹലീമ ബീവിയുടെ മകന് രാത്രി മുഴുവനും വിശന്ന് കരയുമായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാനുള്ള പാല് പോലും ഇല്ലായിരുന്നു. അത്രത്തോളം ദാരിദ്ര്യത്തിലായിരുന്നു. പക്ഷെ ധനികരായ മക്കളെ കിട്ടാതായപ്പോൾ ഹലീമ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ സ്വീകരിക്കേണ്ടി വന്നു. അത് സംബന്ധിച്ച് ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, വല്ലാഹി ലആഖുദന്ന ഹാദൽ യതീമ മിൻ ബനി അബ്ദുൽ മുത്തലിബ്. ഞാൻ അബ്ദുൽ മുത്തലിബിൽ നിന്ന് ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുകയാണ്. ഫഅസല്ലാഹു അൻ യൻഫഅനാ ബിഹി. ചിലപ്പോൾ ഈ കുഞ്ഞു മുഖേന അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തന്നേക്കാം. വല അർജിഉ മിൻ ബൈനി സവാഹിബി വല ആഖുദു ശൈഅ. എന്റെ കൂട്ടുകാരികളൊക്കെ ആരെങ്കിലുമൊക്കെയായി മടങ്ങുമ്പോൾ ആരുമില്ലാതെ മടങ്ങുന്നതിനേക്കാൾ നല്ലത് ഈ കുഞ്ഞിനെയുമായി പോകുന്നതാണ്. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തു. പ്രതീക്ഷിച്ച പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു അവർക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ വാരിക്കോരിക്കൊടുത്തു. തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ തന്നെ തന്റെ ക്ഷീണിച്ച ഒട്ടകം കൂടുതൽ ഉന്മേഷമാവുകയും വേഗത്തിൽ നടക്കുകയും ചെയ്തു. ആ അവസരത്തിൽ സഹയാത്രികരായവർ ചോദിച്ചു, ഹലീമ അംസിക്കി അലൈന അഹദിഹി അതാനകില്ലതി ഖറജ്തി അലൈഹ. ഒന്ന് പതുക്കെ പോ, നീ ഈ ഒട്ടകത്തിൽ തന്നെയാണോ വന്നിരുന്നത്? ചോദ്യം കേട്ട ഹലീമ റളിയല്ലാഹു തആല അൻഹു അതേ എന്ന് മറുപടി പറഞ്ഞു. അതിന്റെ കാരണവും അവർക്ക് പറഞ്ഞു കൊടുത്തു. വല്ലാഹി ഹമൽതു അലൈഹ ഗുലാമൻ മുബാറക. അല്ലാഹുവാണേ, അനുഗ്രഹീതനായ ഒരു കുഞ്ഞിനെ ഞാൻ അതിൽ ചുമക്കുന്നു. അതുകൊണ്ടാണ് ഒട്ടകത്തിന് ഇത്രമേൽ ഉന്മേഷം ലഭിക്കുന്നത്. ഹലീമ ബീവിയുടെ നാട്ടിൽ അന്ന് മുഴുവനും ക്ഷാമമായിരുന്നു. പക്ഷേ ഹലീമ ബീവിയുടെ വീട്ടിൽ സുഭിക്ഷതയുടെ കാലഘട്ടവുമായിരുന്നു. ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുകയാണ്, ഫമാ സാല യസീദുനല്ലാഹു ഫീ കുല്ലി യൗമിൻ ഖൈറ. പ്രവാചകാഗമനത്തിന് ശേഷം അല്ലാഹു ഞങ്ങൾക്ക് ഓരോ ദിവസവും ബർക്കത്ത് ഏറ്റി തന്നു. ഞങ്ങൾ നാട്ടിലെത്തിയ സന്ദർഭത്തിൽ അവിടെ ക്ഷാമമായിരുന്നു. ഞങ്ങളുടെ ഗോത്രത്തിലെ ആട്ടിടയന്മാർ ആടുകളെയുമായി മേയ്ക്കാൻ പോകുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഗോത്രത്തിലെ മറ്റുള്ളവരുടെ ആടുകൾ ഒട്ടിയ വയറുമായി തിരിച്ചു വരും. അതേസമയം ഞങ്ങളുടെ ആടുകളാവട്ടെ നിറവയറുമായി തിരിച്ചു വരികയും ചെയ്യും. ഞങ്ങൾ പാല് കറക്കുകയും മതിയാവോളം കുടിക്കുകയും ചെയ്യും. ഇത് കണ്ട് ഗോത്രനിവാസികൾ പറയാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സയുടെ ആടുകൾ വയറു നിറയുകയും നമ്മുടെ ആടുകൾ വിശന്നിരിക്കുകയും ചെയ്യുന്നത്? ഹലീമ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവിന്റെ പേരായിരുന്നു ഹാരിസ് ഇബ്നു അബ്ദുൽ ഉസ്സ. അബുൽ കബ്ഷ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നിട്ട് അവരൊക്കെ ആട്ടിടന്മാരോട് പറയും, ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആടുകൾ മേയുന്നിടത്ത് തന്നെ നമ്മുടെ ആടുകളെയും മേയാൻ നിങ്ങൾ അനുവദിക്കണം. എന്നിട്ടും അവരുടെ ആടുകൾ വിശന്ന് തന്നെ തിരിച്ചു വരികയും ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഞങ്ങളുടെ ആടുകൾ നിറ വയറുകളുമായി തിരിച്ചു വരികയും ചെയ്യും. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം മുഖേന ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെ 2 വർഷത്തോളം ബനു സഅദ് ബിൻ ബക്കർ ഗോത്രത്തിൽ ഹലീമ ബീവിയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു. 2 വർഷത്തിന് ശേഷം മാതാവായ ആമിനയെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ബർക്കത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചേൽപ്പിക്കാൻ ഹലീമ ബീവിക്ക് ഒട്ടും മനസ്സ് വന്നില്ല. ആമിന ബീവിയുടെ അടുത്ത് പോയി കുറച്ചു കാലം കൂടി ഈ കുഞ്ഞിനെ വളർത്തട്ടെ എന്ന് ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു. ആമിന ബീവിയുടെ സമ്മതം കിട്ടിയപ്പോൾ പ്രവാചകനുമായി തന്റെ വീട്ടിലേക്ക് തന്നെ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ തിരിച്ചു വന്നു. പക്ഷേ അത്യാവേശത്തോടെ കൊണ്ടുപോയ ഹലീമ ബീവിക്ക് എത്രയും വേഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതാവായ ആമിനക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കൊടുക്കേണ്ടി വന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. അതെന്തായിരുന്നു നമുക്ക് നോക്കാം. ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ മുലകുടി ബന്ധത്തിലെ സഹോദരനും കൂടി വീടിന് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ 2 ആളുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിടത്തി നെഞ്ചു പിളർത്തി ഹൃദയമെടുത്ത് സംസം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി അത് ഉള്ളിലേക്ക് തന്നെ വെച്ചു. ഇത് കണ്ട് പേടിച്ച തന്റെ സഹോദരൻ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് ഓടി വന്നു.
പേടിച്ച ഹലീമ ബീവി മകനോട് കാര്യങ്ങൾ മുഴുവനും ചോദിച്ചറിഞ്ഞു. സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഹലീമ ബീവിയും ഭർത്താവ് വല്ലാതെ ബേജാറായി. അവർ ചെകുത്താൻ ബാധയേറ്റതാകുമോ എന്ന് പോലും ഭയന്നു. ഇനി കൂടുതൽ തങ്ങളുടെ പക്കൽ ഈ കുഞ്ഞിനെ താമസിപ്പിക്കുന്നത് ഉചിതമല്ലെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഹലീമ ബീവിയും ഭർത്താവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആമിന ബീവിയെ തന്നെ ഏൽപ്പിക്കാനായി മക്കയിലേക്ക് തിരിച്ചുപോയി. മകനയുമായി ഹലീമ ബീവിയും ഭർത്താവും വന്ന ഉടനെ ആമിന ബീവിക്ക് സംശയമായി. വലിയ ആവശ്യത്തോടാണ് രണ്ടാമതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കൊണ്ടുപോയത്. എന്നിട്ടും എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവന്നത്? ആമിന ബീവിയുടെ ഈ സംശയം ആമിന ബീവി തുറന്നു ചോദിച്ചു. പക്ഷെ നടന്ന കാര്യം അതേപടി തുറന്നു പറയാൻ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് ധൈര്യം വന്നില്ല. എന്നാൽ ആമിന ബീവിയുടെ നിരന്തരമായ ചോദ്യങ്ങൾക്ക് ശേഷം അവർക്ക് മുഴുവൻ കാര്യങ്ങളും തുറന്നു പറയേണ്ടി വന്നു. ഇത് കേട്ട ആമിന ബീവി ഒട്ടുമേ പരിഭ്രമിച്ചില്ല. അവർ ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞ മറുപടി ശ്രദ്ധേയമാണ്. വല്ലാഹി മാ ലിശ്ശൈത്വാനി അലൈഹി മിൻ സബീൽ. അല്ലാഹുവാണേ സത്യം, ഒരു പിശാചിനും എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാനാവില്ല. വ ഇന്ന ലി ബുനയ്യ ലശഅന. എന്റെ ഈ കുഞ്ഞിന് ചില സവിശേഷതകളുണ്ട്, ചില സവിശേഷതകളുള്ള കുഞ്ഞാണിത്. അഫല ഉഖ്ബിറുകി ഖബറഹു. ഞാൻ അവരെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരട്ടെയോ? ഖാലത്ത് ഖുൽതു ബല. അതെ എന്ന് ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ മറുപടി പറഞ്ഞു. ഖാലത്ത്, അപ്പോൾ ആമിന ബീവി പറയുകയാണ്, റഅയ്തു ഹീന ഹമൽതു ബിഹി അന്നഹു ഖറജ മിന്നി നൂറുൻ അളാഅ ലി ഖുസൂറ ബുസ്റ മിൻ അർളി ശാം. ആമിന ബീവി പറയുകയാണ്, ഈ കുഞ്ഞിന് ജന്മം നൽകുന്ന സന്ദർഭത്തിൽ ഒരു പ്രകാശം കാണുകയും ആ പ്രകാശത്തിൽ ബുസ്രയിലെ കൊട്ടാരങ്ങൾ പ്രകാശിക്കുന്നതും കണ്ടു. ثم حملت به فوالله ما رأيت من حمل قط كان أخف علي ولا أيسر منه. ഞാൻ ഈ കുഞ്ഞിനെ ഗർഭം ചുമക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭാരവും ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ കൈവച്ചാണ് ഈ കുഞ്ഞ് പിറന്നു വീണത്. ചില ഹദീസുകളിൽ മുട്ടുകുത്തിയിരുന്നുവെന്നും കയ്യിലൊരു പിടി മണ്ണെടുത്തിരുന്നുവെന്നും പറയുന്നത് കാണാം. ഹലീമ ബീവി ആമിന ബീവി തുടരുകയാണ്, ആകാശത്തേക്ക് നോക്കിയിരുന്നു. കുഞ്ഞ് ജനിക്കുന്ന സന്ദർഭത്തിൽ ആകാശത്തേക്ക് നോക്കിയിരുന്നു. റാഷിദ. അതുകൊണ്ട് യാതൊരു പരിഭ്രമവും കൂടാതെ താങ്കൾ തിരിച്ചു പോയിക്കോളൂ. ഇതായിരുന്നു ആമിന ബീവിയുടെ മറുപടി. ജനിക്കുന്ന സന്ദർഭത്തിൽ കയ്യിലൊരു പിടി മണ്ണെടുത്തത് ഒരു പടപ്പിനെയും ആശ്രയിക്കുകയില്ല എന്നതിന്റെയും ആകാശത്തേക്ക് നോക്കിയത് അള്ളാഹുവിനെ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ എന്നതിന്റെയും സൂചനയായി പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പടപ്പുകളെ ഒട്ടും ആശ്രയിക്കാതെ പടച്ചവനെ മാത്രം ആശ്രയിക്കുന്ന പ്രവാചകരെയാണ് ചരിത്രത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്. ചരിത്രത്താളുകളിൽ ഹാദിസത്തു ഷിഖ്ഖി സദ്ർ എന്നറിയപ്പെടുന്ന അഥവാ ഹൃദയം പിളർത്തിയ സംഭവത്തിന്റെ പൊരുൾ എന്താണ്? എന്തിനാണ് സാധാരണ ജനങ്ങൾ കാണാവുന്ന തരത്തിൽ രണ്ട് മലക്കുകൾ മനുഷ്യരുടെ രൂപത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിടത്തുകയും നെഞ്ചു പിളർത്തുകയും ശേഷം പഴയപടി തന്നെ ആക്കുകയും ചെയ്തത്? ഈ ഒരു ചോദ്യം പ്രസക്തമാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ അന്ന് ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം തുന്നിയ പാടുകൾ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് അടക്കം പറയുന്നുണ്ട്. വഖാല അനസ് റളിയല്ലാഹു തആല അൻഹു വഖദ് കുൻതു അറാ അത്റ ദാലികൽ മിഖ്യത്ത് ഫീ സദ്രിഹി. സയ്യിദ് റമളാൻ അൽ-ബൂത്തി ഈ വിഷയം സവിസ്തരം ചർച്ച ചെയ്ത ശേഷം ഉപസംഹാരം എന്ന നിലയിൽ പറയുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലാഹു പ്രവാചകനെ വലിയൊരു ദൗത്യ നിർവഹണത്തിനായി തയ്യാറാക്കുകയാണ്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവർക്കൊട്ടും പരിചയമില്ലാത്ത പ്രവാചകത്വവുമായി അഥവാ ഞാനൊരു നബിയാണെന്ന് പറഞ്ഞ് അവരുടെ പക്കലേക്ക് പോകേണ്ടതാണ്. അതവർക്ക് വിശ്വാസയോഗ്യമാവണമെങ്കിൽ പതുക്കെ പതുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാധാരണത്വം അവർക്ക് ബോധ്യമാക്കി കൊടുക്കണം. യാതൊരു സവിശേഷതയും ഇല്ലാതെ ജീവിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഞാൻ നബിയാണെന്നും എനിക്ക് ദിവ്യബോധം ലഭിക്കുന്നുവെന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമാവില്ല. അതുകൊണ്ട് അവരെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്ത് മനസ്സ് പാകപ്പെടുത്തണം. അതിനു വേണ്ടി ഭൗതികമായി തന്നെ ചില അസാധാരണ സംഭവങ്ങൾ അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഹൃദയം പിളർത്തിയ സംഭവത്തിന്റെ പൊരുളും. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഇത്രയും പറഞ്ഞ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സമയം ഒരുപാടായി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.